ഹലോ മുത്തുമണീസ്. അപ്പോൾ എന്തേ നമ്മൾ വണ്ടിയെ സ്റ്റിക്കർ കൊട്ടിച്ച് നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ഡെലിവറിയുടെ. അപ്പോൾ അടുത്ത് നമ്മൾ കണ്ണൂർക്കുള്ള ഫസ്റ്റ് യാത്രയാണ്. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഭയങ്കര എക്സ്ട്രീംലി സ്ട്രെസ്ഡ് ആണ്. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകുന്നത്, സ്വന്തമായിട്ട് ഒരാളും കൂടെ ഇല്ലാണ്ട്, ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളില്ലാണ്ട്. എൻ്റെ മുഖം കണ്ടില്ലായോ? പിന്നിലാണെങ്കിലോ ഇഷാനി അങ്ങ് ബിസ്ക്കറ്റ് കഴിക്കാൻ തുടങ്ങിയതാണ്. അവൾക്ക് നല്ല ഫുഡൊന്നും വേണ്ട. അവൾക്ക് എന്താ പറയുക, നല്ല ചോറോ ഫ്രൂട്ട്സോ കൊടുത്താൽ വേണ്ട വേണ്ട വേണ്ട. ഇതുപോലെ നമ്മുടെ ഈ നന്ദി ഹിൽസിൽ ടെസ്റ്റ് ഡ്രൈവ് പോയ സമയത്ത് യൂണിബിക്സിൻ്റെ ഫാക്ടറിയിൽ നിന്ന് മേടിച്ച സാധനം ഈ ബിസ്ക്കറ്റൊക്കെ 50% ഓഫർ ഉണ്ടായിരുന്നു 1+1. നല്ല സാധനമൊന്നും തോന്നുന്നു. ഇപ്പോൾ മാപ്പൊക്കെ നോക്കി പോവുക. നമ്മുടെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂരിൽ നിന്ന് നേരെ വിരാജ്പേട്ട് പിടിക്കുക, വിരാജ്പേട്ടിൽ നിന്ന് ഇരിട്ടിയിൽ നിന്ന് കൊട്ടിയൂര ശരിക്കും നമ്മളിപ്പം പോകുന്നത്. ഇപ്പം എങ്ങനെ എത്തും എപ്പോൾ എത്തുമെന്നൊന്നും രൂപമില്ല. ഹൈവേയിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ബാംഗ്ലൂർ സിറ്റി ട്രാഫിക് ശരിക്കും എൻ്റെ പെയിൻ തന്നെയാണ്. ഇത് കണ്ടില്ലായോ നിങ്ങൾ? അയ്യോ, ഇത് സത്യത്തിൽ ഇതൊന്നും ട്രാഫിക്കേ അല്ല. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുന്ന സമയത്ത് ഞാൻ വണ്ടി നന്നായിട്ട് കൊണ്ട് ഉരച്ചിട്ടുണ്ടായിരുന്നു ഈ മജസ്റ്റിക്കിൻ്റെ അവിടെ വെച്ചിട്ട്. ഫസ്റ്റ് സ്ക്രാച്ച് അവിടുന്ന് തന്നെ കിട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് പോകാൻ നേരത്ത് വിരാജ്പേട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ സിറ്റി ട്രാഫിക് ഒഴിവാക്കിയിട്ട് നൈസ് റോഡ് ചൂസ് ചെയ്തു. ബാംഗ്ലൂരിൽ തന്നെ, അല്ലെങ്കിൽ എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ചുരുക്കം ചില ഒരേ ഒരു പ്രൈവറ്റ് റോഡോ മറ്റുമാണിത്. ഇത് പ്രൈവറ്റ് റോഡെന്നാണ് പറയുന്നത്, നൈസ് റോഡ്. ഈ ടോള് കൊടുത്താൽ കയറി. അപ്പോൾ അവിടെ ട്രാഫിക് കമ്മിയാണ്, നൈസാണ്, ചില്ലാണ്. അപ്പോൾ ട്രാഫിക്കിൽ കൊണ്ട് പിന്നെയും തലവയ്ക്കാനുള്ള പേടി കൊണ്ടാണ്. ഈ റോഡ് സൂപ്പർ നൈസാണോ, ചവിട്ടി വിടാൻ പറ്റുന്നുണ്ട്. പക്ഷെ പുതിയ വണ്ടിയാണ്. സാദിഖ് ഭായി പറഞ്ഞിട്ടുണ്ടായിരുന്നു 80-ന് പുറത്തേക്ക് പോകരുതെന്ന്. എനിക്കും വലിയ ഇതൊന്നുമില്ല. ഓക്കെ, ഈ നൈസ് റോഡ് കയറുമ്പോൾ അപ്പുറം ഇപ്പുറം കാണുന്നത് ബാംഗ്ലൂരിൽ തന്നെ ആണോ എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമായിരുന്നു. അമ്മാതിരി ഉള്ളൊരു വിഷ്വൽസാണ്. മീൻസ് ആ സിറ്റിയുടെ തിരക്കുകളിൽ നിന്നും ആ ട്രാഫിക്കിൽ നിന്നൊക്കെ മാറി ഒരു കാഴ്ചകളാണ് നമുക്കിവിടെ നൈസ് റോഡിൽ കിട്ടുന്നത്. ഞങ്ങളാരെയും ഓവർടേക്ക് ചെയ്യുന്നില്ല, ഉള്ള വണ്ടികളൊക്കെ ഞങ്ങളെ ഓവർടേക്ക് ചെയ്യുന്നു. മമ്മിക്കാണെങ്കിലും പേടിയാണ്. അയ്യോ ഇവൻ ഓട്ടിക്കുമോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് കുറച്ച് കാശ് കൊടുത്താലും വേണ്ടിയില്ല, ആരെങ്കിലും വിളിക്കാമെന്ന്. സത്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റിച്ചാർഡിൻ്റെ കൂടെ കൂടണമെന്നുണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ പറ്റാത്ത കാര്യം വെച്ചാൽ അവൻ അന്ന് ലീവ് എടുക്കാൻ പറ്റില്ലായിരുന്നു. അവൻ പുതിയ ഓഫീസിൽ കയറിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ റിച്ചാർഡും വന്നനായിരുന്നു. റിച്ചാർഡെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവൻ ഞങ്ങളുടെ ഫാമിലിയാണ്. സത്യത്തിൽ വല്ലാത്തൊരു സ്നേഹമാണ് അവനോട്. പുള്ളിക്കാരൻ ഉണ്ടാക്കുന്ന ഒരു ഓളം, ലൈഫിലുണ്ടാക്കുന്ന പോസിറ്റിവിറ്റി, അവൻ്റെ ആ സിംപ്ലിസിറ്റി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷാനിക്ക് ആണെങ്കിലും അങ്ങനെയാണ്. അവളുടെ റിച്ചാർഡ് മാമൻ അവൾക്ക് പിന്നിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നേ ഇല്ല ഇഷാനിക്ക്. അവൾക്ക് മുന്നിൽ വരണം. പക്ഷേ എനിക്ക് മുന്നിൽ അവളെ ഇരുത്താൻ പേടിയാണ്. പേടിയെന്ന് മീൻസ് രാമു വന്നിട്ട് മാപ്പ് നോക്കി പറഞ്ഞിരുന്നു നാവിഗേഷൻ ചെയ്യണം. ഈ ആൻഡ്രോയിഡ് ഓട്ടോ പ്ലേ ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് അതിൽ നോക്കാനുള്ള ഒരു കോൺഫിഡൻസും ഇല്ല. എൻ്റെ ഫോക്കസ് ഫുൾ റോഡിൽ. യെസ്. ഇടയ്ക്ക് നമ്മളെ ചിഞ്ചുമോള് ഗൂഗിൾ അമ്മച്ചി പലതും പറയുന്നുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നൊക്കെ. ഞങ്ങൾ ആ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഹൈവേ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിക്കുന്നതാണ്. ഇല്ല, ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ. ഇല്ല, ഇത് ലഞ്ചാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചു തുടങ്ങി. ഞങ്ങൾ ലഞ്ചൊക്കെ കൊണ്ടാണ് വന്നത്. ഇനിയുള്ള യാത്രകളൊക്കെ ബഡ്ജറ്റ് ട്രാവൽസ് ആയിരിക്കും. കാരണം വണ്ടിക്കകത്ത് കിടന്നുറങ്ങി ടെൻറ്റുകൾ ചെയ്ത് ഒക്കെ ആയിരിക്കും നമ്മുടെ യാത്രകൾ. ഒരു സൈഡിലേക്ക് വണ്ടി കയറ്റി നിർത്തി ചോറ് കഴിക്കാൻ തുടങ്ങുക. ചോറും വേറൊന്നുമില്ല, ചോറും ചമ്മന്തി മഷ്റൂമും. ചമ്മന്തി ചീത്താകാതിരിക്കാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ അന്നം ചെയ്തു. കാരണം ചമ്മന്തി അരച്ചിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തു. രാത്രിയിലത്തേക്ക് ദോശയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്ന സമയത്ത് കരിക്കോട്ടുന്ന ചേട്ടൻ വന്ന് പറയുന്നുണ്ട് നിങ്ങളിവിടെ വേസ്റ്റ് ഇടരുതെന്ന്. പക്ഷേ ഞങ്ങൾ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് കൊണ്ടല്ല നടക്കുന്നത്. ഞങ്ങൾ നടക്കുന്നതോ അല്ലാത്ത നോർമലായിട്ട് കഴുകാൻ പറ്റുന്ന പ്ലേറ്റ്, ഒരു 20 ലിറ്ററിൻ്റെ ക്യാനിൽ RO വാട്ടർ ഒരു 3 ദിവസത്തോളം ഞങ്ങൾ തിരിച്ച് വരുന്ന സൺഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് 20 ലിറ്ററിൻ്റെ വാട്ടർ ക്യാനിൽ ഇത് വെള്ളം, കഴിയുന്നത് പുറത്തുനിന്നുള്ള മാക്സിമം എക്സ്പെൻസസ് ഒഴിവാക്കുക. ചൂടുവെള്ളമുണ്ട്, കോഫി കയ്യിൽ വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ പോകുന്നു ഗൈസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയുടെ സ്റ്റാർട്ടിംഗ് ആണ്. സ്ക്രാച്ച് കൊണ്ടോ വല്ലാണ്ട് സ്ക്രാച്ചായി ഗൈസ്. പുതിയ വണ്ടി തന്നെ കണ്ണുപറ്റാതിരിക്കാൻ വേണ്ടി ഈവിളായി പോലെ ഇത്രയും സ്ക്രാച്ച് കിട്ടി. കണ്ടിട്ട് സങ്കടം വരുന്നു. എന്ത് പറയാനാ. കുറേ പേര് വേണമെങ്കിൽ പറഞ്ഞു നിങ്ങൾക്ക് പഴയ വണ്ടി ഓടിച്ച് പഠിച്ചുകൂടെ അങ്ങനെ എന്നൊക്കെ. ഞങ്ങളിവിടെ പഴയ വണ്ടി നോക്കിയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആ പഴയ വണ്ടി പുതിയ വണ്ടി തമ്മിൽ നല്ല മാന്യമായ വണ്ടി തമ്മിൽ നല്ല ഡിഫറൻസസ് ഇല്ല. അതിൻ്റെ EMIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് 12 മുതൽ 15% വരെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോയതാണ്. അയ്യോ കണ്ണൊക്കെ ക്രാവി ഇരിക്കുന്ന കൊച്ചില്. കുറച്ച് നേരം ഇഷാനി എടുത്ത് എക്സസൈസും ചെയ്ത് അവളെടുത്ത് പൊക്കി. കാരണം വണ്ടിയുടെ പിന്നിലിരുന്നും ഒക്കെ ബോറടിക്കുക. അവൾക്കാണെങ്കിൽ എൻ്റെ ഒക്കത്ത് കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒക്കത്ത് കയറുക, എന്നെ കടിക്കുക. വയ്യ. ഓരോ തവണ അവളെ വെച്ച് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന സമയത്തും എനിക്ക് റിട്ടേൺ കിട്ടുന്നത് ഉമ്മയാണ് എൻ്റെ മൊട്ടത്തലയിൽ.
ഞാൻ രാമുവിനോട് എപ്പോഴും പറയും, എൻ്റെ പൊണ്ണണ്ണ ഞാൻ മുടി ഫുള്ള് ക്ലീൻ ഷേവ് ചെയ്യാം, 4 മുടിയുടെ കാര്യത്തിൽ എന്തിനാണ് ഇതൊന്നും ബോധർ ചെയ്യുന്നതെന്ന്. ഇല്ല, അയാൾ സമ്മതിക്കില്ല. എനിക്ക് വയ്യ ഗൈസ്. പക്ഷേ ഇത് രസമാണ്. കാരണം ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ഒരുമിച്ച് യാത്രകൾ ചെയ്യുന്നു നമ്മുടെ വണ്ടിയിൽ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ക്യാമ്പറോട് സെറ്റ് ചെയ്ത് ഞാൻ പൊളിയായിരിക്കും, ഒരു ഹൈഡ്രോളിക് ക്യാമ്പ്, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബാഗ്, ഒരു നോർമൽ ടെൻ്റ് എടുത്ത് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ പോലും മമ്മിക്കും ഷാനിക്കും അകത്ത് കിടന്ന് ഉറങ്ങാം, എനിക്കും രാമുവിനും പുറത്ത് കിടന്ന് ഉറങ്ങാം. അത് വല്ലാത്തൊരു റോഡിലേക്ക് ഹിറ്റ് ചെയ്യുക. എന്താ പറയുക, വലിയ എക്സ്പെൻസസ് ഇല്ലാതെ സാധാരണക്കാർക്ക് എങ്ങനെ ട്രാവൽ ചെയ്യാം. നമുക്ക് ട്രാവൽ ചെയ്യാം ഫാമിലിയായിട്ട്. സോളോ ട്രാവൽസ് വേറെ, ഫാമിലി ട്രാവലിംഗ് വേറെ. നമുക്ക് നമ്മുടെ ഫാമിലിയെ കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻറ്റാണ്. ആ ഒരു എനർജി, ആ ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഡിഫറെൻറ്റാണ്. ഈ സ്റ്റിക്കർ ഒട്ടിച്ച ബോറാണെന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് തോന്നിയായിരുന്നു, അല്ലെങ്കിൽ രാമുവിന് തോന്നി. പക്ഷേ പിന്നീട് സാദിഖ് ഭായി പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞങ്ങൾ സ്റ്റിക്കർ ഇത്രയും ഒട്ടിക്കാനായിട്ട് ഞങ്ങളുടെ തോട്ട് പ്രോസസ് ഒന്നും. ഞങ്ങളുടെ ഫസ്റ്റ് തോട്ടെന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ 2 സൈഡ് ബാക്കിൽ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ. സാദിഖ് ഭായി വന്ന് പറഞ്ഞു, അല്ല, നിങ്ങൾ ഈ ചാനലിന് വേണ്ടിയിട്ട് ജോലി ചെയ്തിട്ട് നൈറ്റൊക്കെ ജോലി ചെയ്ത് നിങ്ങൾ ഇത്രയും എഫോർട്ട് എടുക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, നിങ്ങൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളെ കുറച്ച് പേര് നോട്ടീസ് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. അതിൽ നിങ്ങൾക്ക് ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സൈക്കിൾ പോലും ഇല്ലാതെ നിങ്ങൾ കാറ് വാങ്ങുന്നു, അതൊക്കെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റാണ്. സത്യം ഞാൻ സാദിഖ് ഭായിയോട് ഞങ്ങൾക്ക് വല്ലാത്ത സ്നേഹമുണ്ട്. കാരണം എന്താ പറയുക, ഒരു ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരുന്ന മൊമെൻറ്റിൽ പുള്ളിക്കാരൻ കൊണ്ട് ഡിസൈൻ ചെയ്തു. രാത്രി 12 മണിക്കാണ് നമ്മൾ വണ്ടിയുടെ ഡെലിവറി എടുക്കുന്ന ഫ്രൈഡേയാണ്. തേഴ്സ്ഡേ നൈറ്റ് 11:30-12 മറ്റോ സാദിഖ് ഭായി സ്റ്റിക്കറിൻ്റെ ഷോപ്പിൽ നിൽക്കുക, നമുക്ക് ഫ്രൈഡേ ഡെലിവറി ചെയ്യുന്ന സമയത്ത് സ്റ്റിക്കർ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഓക്കെ, വാട്ട് എവർ. ചിലപ്പം ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും ഈ അല്പൻ ഐശ്വര്യം വന്നപ്പോൾ കാണിക്കുന്നോ അല്ലെങ്കിൽ അല്പത്തരം കാണിക്കുന്നോ ഒക്കെ. പക്ഷേ ഒരു 20 പേരുണ്ടായിരുന്ന ചാനലിനെ ഇന്ന്, അല്ലെങ്കിൽ ഒരു ഫാമിലിയെ ഈ ഒരു സ്റ്റേജിലേക്ക് എന്നാൽ ഞങ്ങളുടെ ഓഫീസ് അവേഴ്സിനിടയ്ക്ക് ഞങ്ങളുടെ ജോലിക്ക് കഴിഞ്ഞിട്ടും പലതും സാക്രിഫൈസ് ചെയ്ത് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ തമ്പുരാനോടും ഞങ്ങളുടെ കൂടെ നിന്ന ഒരുപാട് നല്ല ആൾക്കാരും ഉള്ള സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ ഒരുപാട് നല്ല ആൾക്കാർ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഷോ ഓഫൊക്കെ ആവാം, അത് നമ്മൾ എന്താ പറയുക, ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് കിട്ടുന്നതല്ലേ. അതുകൊണ്ട് ഒരു നാണക്കേടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്തയുടെ ആവശ്യമില്ല. നമ്മൾ ഈ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ വിട്ട് നമ്മളിപ്പം വിരാജ്പേട്ടിലേക്കുള്ള നാഷണൽ ഹൈവേയിലേക്ക് കയറി. ഇത് നാഷണൽ ഹൈവേ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇടത്തുനിന്ന് വലത്ത് നോക്കിയപ്പോൾ എപ്പോഴും ഇവിടെ വണ്ടി കൊണ്ട് കയറ്റി തരും. പക്ഷേ ഈ കാഴ്ചകൾക്ക് വല്ലാത്തൊരു മനോഹരമാണ്, ഒരു നല്ല രസമുണ്ട്. കാരണം നേരത്തെ റൂബിൾ ബായൊക്കെ വണ്ടി കിട്ടുന്ന സമയത്ത് ഞാൻ കാഴ്ചകൾ മാത്രം കണ്ടാൽ മതിയായിരുന്നു. എനിക്കിപ്പം ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് കൊട്ടിയൂരെത്തുക, ഭക്ഷണം കഴിക്കുക എന്ന ലക്ഷ്യത്തിലാണ് വണ്ടി വിടുന്നത്. ഒരുപാട് സ്പീഡിൽ പോകാനും പറ്റില്ല. വണ്ടി 80 ഫസ്റ്റ് സർവീസ് കഴിയുന്നവരെങ്കിലും 80 മേളിൽ പിടിക്കരുത് എന്ന് സാദിഖ് ഭായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ തോട്ടങ്ങൾ, നിങ്ങൾ ഇടത് സൈഡിൽ എന്താ പറയുക, അവർ എനിക്ക് തോന്നുന്നു 2 രീതിയിലാണ് കൃഷി ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഒരു സ്ഥലത്ത് വിളവെടുക്കുമ്പോൾ മറ്റേ സൈഡിൽ അവർ പ്ലാന്റ് ചെയ്യും. വർഷത്തിൽ എല്ലാ തവണയും അത് കിട്ടാനായിരിക്കും. പക്ഷെ അതൊരു നല്ലൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യും. ഞാൻ നന്ദി ഹിൽസ് പോയ സമയത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു മുന്തിരിയൊക്കെ. പക്ഷേ ഈ ഗഡ്ബഡ കാണിച്ച് പോകുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ നിർത്തി പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്ഷനില്ല, അവിടെ നിർത്താനോ പറ്റുമോ. ഇനിയുള്ള യാത്രകളെങ്കിൽ ഇത്ര തിടുക്കം കാണിക്കാണ്ട് 300-400 കിലോമീറ്റർ ഒറ്റ ദിവസം വണ്ടി ഓടിക്കാൻ ശ്രമിക്കാണ്ട് കുറേശ്ശെ എക്സ്പീരിയൻസ് ചെയ്ത് പോകണമെന്ന് കരുതുന്നു. ഞാനൊരു വണ്ടി ഓവർടേക്ക് ചെയ്തു, ഒരു ലോറി. യെസ്, നമ്മൾ കാറ് വാങ്ങിച്ച് നമ്മൾ മമ്മിയും വിശാനിയും കൂടെ. മമ്മി ലാസ്റ്റ് ഇയർ മമ്മി ഇതേ സമയത്ത് മമ്മി ആഗ്രഹിച്ചായിരുന്നു മമ്മി ഇവിടെ പോകണം. എവിടെയാ? കൊട്ടിയൂര്. ഞങ്ങൾക്ക് കൊട്ടിയൂർ അമ്പലത്തിൽ പോകും. എന്നിട്ട് കൊട്ടിയൂർ അമ്പലത്തിൽ ജനം നീ കണ്ടോ? ഇല്ലല്ലോ. നീ കണ്ടോ കൊട്ടിയൂര് ജനമാണെന്ന്? നീ എങ്ങനെ അറിഞ്ഞു? വണ്ടി പിടിച്ചിരുന്നില്ലേ? ചന്തി പൊളക്കും. ഞങ്ങളുടെ ഫാമിലി കാഴ്ചകളോ? യെസ്. നിന്റെ മമ്മയെ ചവിട്ടുന്നത് എന്തിനാ ശനി? ബാക്കി പറ. ആർക്കും ഒരു ഫോട്ടോ അയച്ചു കൊടുക്കത്തില്ല. വേറെ പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം. നീ എത്ര സ്വാഗതം പറയും വിശ്വേ? ഒരുപാട് സ്വാഗതം. മാപ്പ് നോക്കണേ രാമേ. വേറെ ബാക്കി പിന്നീട് ഇതെനിക്ക് എന്റെ ഫേവറേറ്റ് ഞങ്ങൾ ഫോട്ടോ കാണിച്ചു തരാം. ഓക്കെ.
സബ്സ്ക്രൈബ് ലൈക്ക് വീഡിയോ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം എല്ലാ അച്ഛനും കാണാം. കഴിഞ്ഞു ഇനി പോയിരുന്നു നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ശ്യാമള ടീച്ചറിന്റെ കുൽസിതങ്ങളാണ്. കുൽസിതങ്ങളാണ് ഈ വാർദ്ധക്യം രണ്ടാം യൗവനം എന്ന് പറയും. രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഇത് കണ്ടോ? ഇത് ആരാ സിപ്പ പിടിക്കുന്നത്? നീ പോയിക്കടാ. ഈ നാം വെച്ചിക്ക് മഴപ്പൊട്ടി കൂടി ഗൈസ്. അമ്മായിയമ്മേ മരുമോളും ചെറുമോളും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയതാ. ചായക്ക് വരെ മേടിച്ചു കൊടുത്തത് സിപ്പപ്പ്. ഇതാ എവിടെ സിപ്പപ്പ്? രണ്ടാമത്തെ കവറ്. ശനി സിപ്പപ്പ് ഇഷ്ടപ്പെട്ടോ? നല്ല മരുമോൾ. നിനക്ക് നാളെ പണിയൊന്നുമില്ലടേ. പറഞ്ഞൂടെ ഗൈസ്, ഈ അമ്മായിയമ്മ മരുമോളെ കൊണ്ട് എനിക്ക് പറ്റത്തില്ല. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോഴേ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. മമ്മി ഇത് കണ്ടോ? ഇത് ഒരു സിപ്പപ്പ് കൂടി. ചക്കിക്കൊത്ത ചങ്കരൻ. കൊള്ളാടെ രാമ. എനിക്കിഷ്ടം. കുറച്ചുകൂടി വലുതാകുമ്പോ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ മക്കൾ ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കും. അമ്മയെ പിടിച്ച് ഫ്രണ്ടിൽ ഉറങ്ങാൻ വേണ്ടി, ബാക്കിൽ ഉറങ്ങാൻ വേണ്ടി നിർത്തും. എന്നിട്ട് മക്കൾ ഷൂട്ട് ചെയ്യും. എന്ത് ചെയ്യും? ആരാണ്ട് ഷൂട്ട് ചെയ്യാൻ പോണോ? എന്നെ ഇങ്ങോട്ടേക്ക് അച്ഛൻ വണ്ടി ഓടിക്കാം. മക്കൾ അടിപൊളിയുടെ വോയിസ് ഓർക്കാൻ, ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ക്രേസി ഫാമിലി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടൈഗർ റിസർവിനകത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കടുവയെ കാണാൻ പറ്റും. നമ്മൾ കടുവയെ കണ്ടാൽ സൂപ്പറാണ്. അടുത്ത് വരാൻ പോകുന്നത് കടുവയുടെ ബൈപ്പാസിംഗ് ആണ്. കടുവ ക്രോസ് ചെയ്യുന്ന റോഡാണ്. അല്ല, ആന ക്രോസ് ചെയ്യുന്ന റോഡാണ്. ആനത്താഴ് കണ്ടോ? ആന ഇതിലേ പോകുന്നു. ഉണ്ട് മക്കള്, രാത്രി വരും. അപ്പൊ മക്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അമ്മ ബാക്കിൽ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ. എന്ത് ചെയ്യട്ടെ? ഇന്നല്ല, മക്കൾ കുറച്ചിട്ട് വലുതാവുമ്പോ അമ്മ എന്ത് ചെയ്യണം? അമ്മയെ അകത്തിരുന്ന് ഉറങ്ങാൻ വിടണം. വഴിയിലാണ് പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ നൈറ്റ് ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസും തുടങ്ങി. എൻ്റെ തമ്പുരാനെ, നമുക്ക് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് കേരളയ്ക്ക് കയറിയ സമയത്ത് അല്ലെങ്കിൽ ആ ഫോറസ്റ്റ് ഏരിയയിൽ നമ്മളിൽ നിന്ന് കാശൊന്നും മേടിച്ചില്ല. പക്ഷേ വേറെ പല ആൾക്കാരിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നു. കേരള രജിസ്ട്രേഷൻ വേണ്ടി നിന്നായിരിക്കും കാശ് വാങ്ങുന്നത്. പക്ഷേ ഞങ്ങളെന്ന് വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഹെവി വെഹിക്കിൾസിൻ്റെ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. പക്ഷേ ചൂരൻ റോഡ് ഇത് എന്നെ ട്രോമറ്റൈസ് ചെയ്ത സംഭവം. ഞാൻ ഞാൻ വെറും മരപ്പൊട്ടനായിരുന്നു. ഈ വണ്ടിയുടെ ലൈറ്റ് ബ്രൈറ്റ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് ഗഡ്ബഡ് ഡെലിവറി എടുത്ത് പെട്ടെന്നുള്ളൊരു യാത്രയല്ലായിരുന്നു. ആ ചുരം റോഡിൽ 4 വട്ടത്തോളം ഞാൻ ലെഫ്റ്റ് സൈഡ് കൊണ്ടിറക്കി. പ്രോപ്പറായിട്ട് ലൈറ്റ് ഇല്ലാഞ്ഞിട്ട് രാമു പറഞ്ഞു നിർത്തി നോക്കി പോകാം. ഈ വഴിയൊന്നും ഒരുത്തൻ പോലും വന്നില്ല. നിങ്ങൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും, നിങ്ങളെ പ്രശ്നമാണെന്ന്. ഷിറ്റ്, അത് വല്ലാതെ ഞാൻ പേടിച്ചു പോയി ഗൈസ്. സത്യമായിട്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയി. എന്തായാലും കഴിഞ്ഞു. ചുരം കഴിഞ്ഞിറങ്ങി നമ്മൾ പെട്രോൾ പമ്പിൽ എത്തിയ സമയത്താണ് മെൽബിൻ ബ്രോയെ കാണുന്നത്. ജസ്റ്റ് ഞങ്ങൾ എന്താ പറയുക, ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാനും ഞങ്ങൾ ഡിന്നർ കഴിക്കാനും വേണ്ടി പമ്പിൽ കയറിയത്. അപ്പോൾ നമ്മുടെ സാദിഖ് ഭായി പറഞ്ഞോളെ ചാനലിൻ്റെ സ്റ്റിക്കർ കണ്ടിട്ട് പുള്ളി വന്ന് ചോദിച്ചു, ഞാൻ യൂട്യൂബ് ചാനലുണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഞങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളിയുടെ ആ പമ്പിൽ വാഷ്റൂം നല്ല വൃത്തിയായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ച് തീരുന്നവരെ പുള്ളി ലൈറ്റ് ഇട്ട് തന്നു. പമ്പ് ക്ലോസ് ചെയ്തിട്ട് ഞങ്ങളെ ശരിക്കും ഗൈഡ് ചെയ്തു. നിങ്ങൾ അവിടെ പോകണം, ഇങ്ങനെ ചെയ്യണം. ഞങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരാളുടെ നമ്പർ തന്നു. ഒരു സ്ഥലത്തിൻ്റെ വളരെ സസ്തയ്ക്കുള്ള റേറ്റിൽ, വളരെ തുച്ഛമായ റേറ്റിൽ അവിടെ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് അവിടെ ഒരു ദിവസം റെസ്റ്റ് എടുക്കാനുള്ള ഒരു കാശ്, ഒരു ഹോട്ടൽ റൂം പോലും ഒരു സ്ഥലത്ത് കിട്ടത്തില്ലായിരുന്നു. പുള്ളിയുടെ ഒരു റിലേറ്റീവിൻ്റെ ആയിരുന്നു ഒരു പ്രോപ്പർട്ടി. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം പോകുന്നില്ല. പിന്നെ അത് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പറയാം. പക്ഷേ എന്തായാലും ഈ യാത്രയ്ക്കിടയിട്ട് നല്ലൊരു ബന്ധമായിരുന്നു മെൽബിൻ ബ്രോയുടെ. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ച് വാഷ്റൂമിൽ യൂസ് ചെയ്ത് ആരാമത്തെ ഞങ്ങൾ റിലാക്സ് ചെയ്താൽ തിരിച്ചിറങ്ങി. അപ്പോൾ അടുത്ത പാട്ട് നമ്മൾ ഇനി വരുന്നുണ്ട്. വണ്ടിയുടെ പൂജയും കൊട്ടിയുടെ അമ്പലവും കുറച്ചധികം 2-3 വീഡിയോസ് വരുന്നുണ്ട്. കണ്ണൂർ യാത്രകൾ
ഈ യാത്രകൾ ഒരിക്കലും അവസാനിക്കത്തില്ലേ. യാത്രകൾ ഇനി തുടർന്നുകൊണ്ടിരിക്കാം. സത്യം പറഞ്ഞാൽ തമ്പുരാനോട് നന്ദിയുണ്ട്. പിന്നെ കൂടെ നിൽക്കുന്ന നിങ്ങളോടും. കാരണം നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് യാത്രകൾ ചെയ്യുന്നത്. യൂട്യൂബിൽ നിന്ന് എന്താ പറയുക, യൂട്യൂബ് ചാനൽ ഫാമിലി വളരുന്നതനുസരിച്ച് എല്ലാവർക്കും മെച്ചം ഉണ്ടാവണം, ബെനിഫിറ്റ്സ് ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടാകട്ടെ. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.